പ്രൈസ് ദ ലോർഡ്. നന്മ തരുന്ന ജീവകം, ഗ്ലോറിയസ് വൈറ്റമിൻ. സദൃശവാക്യം 16:18 നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം എന്ന് കാണുന്നു. സദൃശവാക്യം 12:19 സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കുമെന്നും വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ എന്നും കാണുന്നു. ഈ രണ്ട് വാക്യങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പുതുവർഷത്തിലെ 1-ാം മാസത്തിലെ ചിന്തയിലേക്ക് കടക്കാം. പ്രസിദ്ധ ഊർജ തന്ത്ര ശാസ്ത്രജ്ഞനായ ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ സുഹൃത്തുക്കളുമായി നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ തൻ്റെ പുതിയ ഗവേഷണത്തെപ്പറ്റി വെളിപ്പെടുത്തി. വിറ്റാമിനുകളെ പറ്റിയാണ് തൻ്റെ ഗവേഷണമെന്ന് കേട്ടപ്പോൾ ശ്രോതാക്കളുടെ ജിജ്ഞാസ ഉണർന്നു. ABCDE പല ഗ്രൂപ്പുകളായി തിരിച്ച ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു കഴിഞ്ഞതാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ച പുതിയ വൈറ്റമിൻ I ആണ്. I എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിന് ഞാൻ എന്ന അർത്ഥമുണ്ട്. ഈ വൈറ്റമിൻ വർദ്ധിച്ചാൽ അഹങ്കാരം വർദ്ധിക്കും. ഈ വൈറ്റമിൻ എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം നാം നന്മയും അനുഗ്രഹവും പ്രാപിക്കും. ഇതിനുദാഹരണമായി ഒരു സംഭവം പറയാം. ഒരിക്കൽ ഉഗ്രമായ ശീതകാലത്ത് താമസം മാറ്റുവാൻ ഒരു തവളച്ചേട്ടൻ ആഗ്രഹിച്ചു. ഉഷ്ണമേഖലയിലേക്ക് പോയാലോ, ഈ ശീതകാലം രക്ഷമായിട്ട് കഴിയാമല്ലോ എന്ന് കരുതി തൻ്റെ 2 സുഹൃത്തുക്കളായ അരയന്നങ്ങളോട് സഹായം ചോദിച്ചു. അതിൻ്റെ ഐഡിയയും തവളച്ചേട്ടൻ തന്നെ പറഞ്ഞു കൊടുത്തു. അരയന്നങ്ങൾ ഒരു കമ്പിൻ്റെ 2 അറ്റത്തും കടിച്ചു പിടിച്ച് പറക്കുക. തവളച്ചേട്ടൻ നടുക്ക് കടിച്ചു പിടിച്ച് കിടന്നു. അപ്പോഴാണ് ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിസ്ഥലത്ത് നിന്നുകൊണ്ട് ഈ കാഴ്ച കണ്ടത്. ഇതെന്താ, ഒരു പറക്കം തളികയോ? ഇതാരാ കണ്ടുപിടിച്ചത്? ഇത് കേട്ട മാത്രയിൽ വൈറ്റമിൻ I തവളച്ചേട്ടൻ്റെ ഉള്ളിലങ്ങ് വർദ്ധിച്ചു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ആ തവളച്ചേട്ടൻ പറഞ്ഞു, ഞാനാണ്. എൻ്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞില്ല. അതിനു മുമ്പ് തവളച്ചേട്ടൻ താഴെ പോയി. അന്ന് കൃഷിക്കാരൻ്റെ പറച്ചട്ടിയിൽ അവൻ എത്തിയും കാണും. ഇതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഒരബദ്ധം പറ്റി. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ, എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞാലും എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ പോകത്തില്ല. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞിട്ട് പോലും പത്രോസ് പിന്നെയും ഞാൻ എന്ന് പറഞ്ഞു. അത് തന്നെ ആ ശിഷ്യന്മാർ ബാക്കിയുള്ളവരും ആവർത്തിച്ചു. ഞാൻ, എൻ്റെ എന്ന പദങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങളായ പദങ്ങളോട് ചേർത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ദാതാവായ സ്വർഗത്തിന് സങ്കടം വരുന്നത്. ചിലർ പറയും, വിറ്റാമിൻ I വർദ്ധിച്ച ഒരു വ്യക്തി പറയുന്നത്, എൻ്റെ കാർ, എൻ്റെ മക്കൾ, അവരുടെ ഉദ്യോഗം, എൻ്റെ ജീവിതം, ഇങ്ങനെ എൻ്റെ ചേർത്ത് പറയും. എന്നാൽ ദാതാവായ ദൈവം അപ്പോൾ സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യൻ്റെ മിടുക്കുകൊണ്ട് അവനൊന്നും നേടാൻ കഴിയത്തില്ല. അത് ദൈവം തരുന്ന ദാനമാണ്. പ്രതികൂലം വന്നാലും അനുകൂലം വന്നാലും ഏതിൻ്റെ മധ്യത്തിലും എൻ്റെ ദൈവം എന്നൊരാൾക്ക് പറയാൻ കഴിയുമെങ്കിൽ നിൻ്റെ പ്രതികൂലത്തിലും അവൻ നിനക്ക് തുണയായിരിക്കും. നിനക്ക് നന്മകൾ തന്ന് അവൻ നിന്നെ മുമ്പോട്ട് നടത്തുകയും ചെയ്യും. എൻ്റെ ദൈവം തന്ന നന്മകളെന്ന് പറയുമ്പോൾ സ്വർഗം ഏറ്റവും സന്തോഷിക്കും. അതുകൊണ്ട് എൻ്റെ എന്ന പദം എൻ്റെ ദൈവം എന്ന വാക്കിനോട് ചേർത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വചനത്തിൽ നിന്ന് നമുക്കൊരു ഭാഗം നോക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദാനിയേലിനെ വീഴ്ത്താൻ ശത്രുക്കൾ ശ്രമിച്ചു. ഈ പ്രാർത്ഥിക്കുന്നവരോർത്തോണം അവർക്ക് ശത്രുവിൻ്റെ പോരാട്ടം ശരിക്കും ഉണ്ടാകുക. എങ്ങനെ അതിൽ നിന്ന് അവരെ മാറ്റാം? ദൈവത്തിനെതിരായി അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ദാനിയേൽ ചെയ്തത്,
ഇവര് വിരോധ കൽപ്പനകളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് കേട്ടപ്പോഴും അവൻ പതിവ് പോലെ 3 നേരം യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആ ദൈവ പൈതലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടവർ. രാജാവിന് ഉറക്കം വന്നില്ല. പക്ഷേ രാജാവ് അവിടെ ചെന്ന് തിരക്കുമ്പോൾ ചോദിക്കുന്ന ഒരു വാക്യം എന്നെ ഏറ്റവും ആകർഷിച്ച 2 പദങ്ങളാണ്. നിന്റെ ദൈവം രക്ഷിപ്പാൻ പ്രാപ്തനോ? രാജാവ് രാവിലെ സിംഹത്തിൻ്റെ ഗുഹയുടെ വാതുക്കെ ചെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് എന്നെ രക്ഷിച്ചു. എൻ്റെ ദൈവം. നിൻ്റെ ദൈവമെന്ന് രാജാവ് ചോദിച്ചു, എൻ്റെ ദൈവമെന്ന് അവൻ മറുപടി പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവിക ശക്തിയിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നവന് മാത്രമേ എൻ്റെ ദൈവം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഈ എൻ്റെ ദൈവം എന്ന വാക്ക് നിന്നെ സകല ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുവിക്കുന്നതാണ്. ശാപബന്ധനം അഴിയും എന്നതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാണണമെങ്കിൽ രൂത്തിൻ്റെ പുസ്തകം എടുത്താൽ മതി. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അവിടെ നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ദേശം എൻ്റെ ദേശം. ധൈര്യത്തോടെ അമ്മാവിയമ്മയോട് പറയുന്ന മരുമകളെ നമുക്ക് കാണാം. ഒരു മകൻ തൻ്റെ അപ്പനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ ആ അപ്പനും പറയുന്ന മകനും അത് വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും രൂത്ത് അങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിലെ അപ്പന് ഒത്തിരി സന്തോഷമാകും. എൻ്റെ ദൈവം. സ്വർഗീയ പിതാവിൻ്റെ ഹൃദയത്തെ പോലും സ്പർശിക്കാൻ ആ വാക്കുകൾക്ക് കഴിഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ശപിക്കപ്പെട്ട കുടുംബ പാരമ്പര്യത്തിൽ നിന്നായിരുന്നു രൂത്തിൻ്റേതെങ്കിൽ ആ ശാപത്തെ പൂർണ്ണമാക്കി മാറ്റി. മോവാബ്യരെ ശപിക്കപ്പെട്ടവരായിരുന്നു, അന്യദൈവ ആരാധികളായിരുന്നു. ഇവരെ മുടിഞ്ഞവർ എന്ന് സംഖ്യ 21-29 പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവത്തെപ്പറ്റി ദൈവമെന്ന് വിളിച്ചത് ദൈവത്തിനേറെ സന്തോഷമായതിനാൽ അവളുടെ ശാപം മാറി. പ്രിയമുള്ളവരെ, ഈ പുതുവർഷം എൻ്റെ ശാപം മാറാൻ, രോഗം മാറാൻ, ബന്ധനമഴിയാൻ കൈകൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കി എൻ്റെ ദൈവം എൻ്റെ സകല ബന്ധനങ്ങളെ അഴിക്കുമെന്ന് ധൈര്യത്തോടെ പറയുക. എൻ്റെ ദൈവം. 2 കൈയും ഉയർത്തിപ്പിടിച്ച് നീ പറയുമ്പോൾ നിൻ്റെ ചരിത്രവും തലവരയും എല്ലാം രൂത്തിനെ പോലെ തന്നെ മാറിക്കിട്ടും. സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നീ അറിയുക. ഒന്നാമതായി അവൻ നിനക്ക് തരുന്ന അനുഗ്രഹം പ്രാർത്ഥന കേൾക്കും. 2, നിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും. മൂന്നാമതായി ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തത വർണ്ണിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ജീവിതത്തിൽ ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പുതുവർഷം ഞങ്ങൾക്ക് ലഭിച്ചത് അങ്ങയുടെ ദാനമാണ്. ആ ദാനത്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിക്കൊണ്ട് അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവം എന്ന് ധൈര്യത്തോടെ പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടിയിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. ഈ കേൾവിക്കാരായ കുഞ്ഞുങ്ങളെ എല്ലാം ഈ പുതുവർഷം അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലേക്ക് നോക്കി 2 കൈകൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ നന്ദി, എല്ലാറ്റിലും ഉപരി ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുവാൻ അവരെ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in എല്ലാ മലയാള ശ്രോതാക്കൾക്കും എല്ലാ നന്മകളും ദൈവം നൽകട്ടെ. ഒരു പുതുവർഷം കൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും എന്നെയും ആയുസ്സോടെ നിർത്തിയ സ്നേഹത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തൻ വർഗീസ്. താങ്ക് യു ഓൾ.